നമ്മുടെ ദൈവം ശിക്ഷിക്കുന്നവനല്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും എല്ലാവരും ധ്യാനമൊക്കെ കൂടിയിട്ട് പൂർവികരുടെ ശാപവും പറഞ്ഞ് ഇപ്പോഴും നടക്കണേ. ഈ പഴയ നിയമത്തിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞുപോയി, അതെടുത്തിട്ട് കളിക്കരുത്. അതെടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ. നിയമങ്ങളെയോ പ്രവാചകന്മാരെയോ ഇല്ലാതാക്കാനല്ല, പൂർണ്ണമാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം പഴയ നിയമത്തിലെ അപാകതകളെയെല്ലാം പൂർണ്ണതയിലേക്ക് നയിച്ച ഈശോയാണ്. അപ്പം അത് നമ്മൾ മറന്നു പോകരുത്. എന്നിട്ട് ദൈവം തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം അത്രമാത്രം സ്നേഹിച്ചു. അപ്പം നമ്മൾ ഈശോയുടെ സഹനവും മരണവും ഉദ്ധാനവും വഴി നമ്മളെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷിച്ച് കൂദാശകൾ സ്ഥാപിച്ചുവെന്ന് യൂർദിൽ പോയപ്പോൾ 3 രോഗികൾ എന്നോട് പറഞ്ഞു, അച്ഛാ അവിടുത്തെ വെള്ളം കൊണ്ടുവരാം. ബെർണറീത്തായുടെ രോഗം മാറിയത് ആ വെള്ളം കുടിച്ചപ്പോഴല്ലേ. ഞാൻ 3 പേർക്കും വെള്ളം കൊടുത്തു. ഗംഗാധരൻ ഡോക്ടർ ഒരു ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് തന്നു. അത്ഭുതകരമായിട്ട് ബ്രെയിൻ ട്യൂമർ മാറി. വേറൊരു ചേച്ചിയുടെ കാഴ്ച വീണ്ടും കിട്ടി. വേറൊരാളുടെ ഉദരത്തിലുള്ള ട്യൂമർ മാറി. അത് വിശ്വാസമാണ്. ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് രക്ഷാകര ചരിത്രം, ദൈവം ലോകത്തിൽ ഇടപെട്ട ചരിത്രം. അതിന് 3 ഭാഗങ്ങളുണ്ട്. പഴയ നിയമം, പുതിയ നിയമം, സഭയുടെ കാലഘട്ടം. അപ്പം പഴയ നിയമം എന്ന് പറയുന്ന ഈശോയെ കുറിച്ചുള്ള പ്രവചനങ്ങൾ. പുതിയ നിയമം എന്താണ്? പ്രവചന പൂർത്തീകരണം. സഭയുടെ കാലഘട്ടം എന്താണ്? ആ ഈശോ സ്ഥാപിച്ച സഭയുടെ ജീവിതമാണ്. ഓക്കെ. അപ്പം ഇന്ന് നമ്മുടെ സഭയിൽ നമ്മുടെ ദൈവം ശിക്ഷിക്കുന്നവനല്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും എല്ലാവരും ധ്യാനമൊക്കെ കൂടിയിട്ട് പൂർവികരുടെ ശാപവും പറഞ്ഞ് ഇപ്പോഴും നടക്കണേ. ഈ പഴയ നിയമത്തിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞുപോയി, അതെടുത്തിട്ട് കളിക്കരുത്. അതെടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ. നിയമങ്ങളെയോ പ്രവാചകന്മാരെയോ ഇല്ലാതാക്കാനല്ല, പൂർണ്ണമാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം പഴയ നിയമത്തിലെ അപാകതകളെയെല്ലാം പൂർണ്ണതയിലേക്ക് നയിച്ച ഈശോയാണ്. അപ്പം അത് നമ്മൾ മറന്നു പോകരുത്. എന്നിട്ട് ദൈവം തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം അത്രമാത്രം സ്നേഹിച്ചു. അപ്പം നമ്മൾ ഈശോയുടെ സഹനവും മരണവും ഉദ്ധാനവും വഴി നമ്മളെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷിച്ച് കൂദാശകൾ സ്ഥാപിച്ചുവെന്ന് അച്ഛൻ ഇന്നലെ പറഞ്ഞു. ഇനി നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ ഒഴുകുന്നത് 4 മേഖലകളിലാണ്. 1 സ്ഥലം, 2 തീർത്ഥാടന കേന്ദ്രം, 2 വ്യക്തികൾ, 3 വസ്തുക്കൾ, 4 സമയം. പഠിപ്പിച്ചു തരാം. ഏതൊക്കെയാണ്? സ്ഥലം, വ്യക്തികൾ, വസ്തുക്കൾ, സമയം. ഒന്ന് പറയാമോ? ദൈവത്തിൻ്റെ കൃപ ഒഴുകുന്നത് എവിടെയൊക്കെയാണ്? സ്ഥലം. എന്താണ്? എസെക്കിയേൽ പ്രവാചകൻ 47:1-12. അതെന്താണ്? എസെക്കിയേലിനൊരു ദർശനം ഉണ്ടായി. ദേവാലയത്തിൻ്റെ വാമഭാഗത്ത് നിന്ന് നീർച്ചാൽ നിർഗളിക്കുന്നു. അതാണ് പുതിയ നിയമത്തിലെ കൂദാശകളെ കുറിച്ചുള്ള. ദേവാലയത്തിൽ നിന്നാണ് എല്ലാ കൂദാശകളും പരികർമ്മം ചെയ്യുന്നത്. എവിടെ വെച്ചാണ്? ദേവാലയത്തിൽ വെച്ച്. അതാണ് ദർശനം. ദേവാലയത്തിൻ്റെ എൻട്രൻസിൽ നിന്നും വാമഭാഗം, അതിൻ്റെ എൻട്രൻസിൽ നിന്നും ഒഴുകുന്നു. അത് 7 കൂദാശയുടെ ദർശനവുമാണ് എസെക്കിയേലുള്ളത്. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ കൃപ കിട്ടുന്ന സ്ഥലമാണ് സ്ഥലം. അത് പള്ളിയാകാം, കപ്പേളയാകാം, നിത്യാരാധന കേന്ദ്രമാകാം, ധ്യാന കേന്ദ്രമാകാം. അച്ഛൻ സാക്ഷ്യം പറയാം. എനിക്ക് തലവേദന വരുമായിരുന്നു. എന്നെ 3-ാം വർഷം പറഞ്ഞു വിടാൻ പോണേന്ന്. അങ്ങനെ 3-ാം വർഷം മാർച്ച് മാസത്തിൽ വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ ദുഃഖിതനായിട്ടാണ് വരുന്നത്. കാരണം ഞാൻ സെമിനാരിൽ ചേരുമ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, നിൻ്റെ അങ്കിൾ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൽ ജോലിയുണ്ടായിട്ട് രാജിവെച്ച് പോയി തോറ്റുപോയ സഭയാണെന്ന്. അമ്മ എന്നെ നിരുത്സാഹപ്പെടുത്തി ചെയ്തത്. നിൻ്റെ അങ്കിള് പോയി തോറ്റുപോയ സഭയിലടാ കർമ്മലീത്ത സഭ. അപ്പോൾ ഒരു ശിമയോൻ്റെ പ്രവചനം പോലെ ഒരു വാളെൻ്റെ ഹൃദയത്തിലേക്ക് തറച്ചു കയറി അമ്മയുടെ പ്രവചനം. പോവണ്ടറാന്നാണ് ആ പറഞ്ഞതേ. പക്ഷെ ഞാൻ അങ്കിളിൻ്റെ വീട്ടിൽ പോയി. അങ്കിള് ഒരു പുസ്തകം അടിച്ചു മാറ്റിയിട്ടുണ്ടായി. കാരണം കർത്താവ് ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്നാണ് പറഞ്ഞേക്കണത്. തോറ്റുപോയ പുസ്തകം പുള്ള അടിച്ചുകൊണ്ട് പോന്നിട്ടുണ്ടായിരുന്നു ഓർമ്മക്കായിട്ടേ. ആ പുസ്തകം ഞാൻ വാങ്ങിച്ച് വീണ്ടും സെമിനാരി വന്നു. 3-ാം വർഷം ആൽബർട്ട്സ് കോളേജിൽ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കണേ. പണ്ട് +2 അല്ല, പ്രീ ഡിഗ്രി പഠിച്ച് 3-ാം വർഷം എനിക്ക് തലവേദന പറഞ്ഞ്. സഭ ചെയ്യാവുന്ന എല്ലാം ചെയ്തു കേട്ടോ. കർമ്മലീത്ത സഭ ഒത്തിരി പണം ചിലവാക്കി, മാറുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ മാർച്ച് മാസം സ്റ്റഡി ലീവിന് വിട്ടു. അപ്പോൾ റെക്ടർ അച്ഛൻ റോക്കി കുറ്റിക്കൽ അച്ഛൻ എന്നോട് പറഞ്ഞു, മോൻ്റെ തലവേദന മാറിയില്ലെങ്കിൽ
ഞങ്ങൾ ഡിസ്മിസ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. ഒരു കൊള്ളിമീൻ ഇടിഞ്ഞ് വീണതുപോലെ ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ശിമയോനോട് ഇരിപ്പുണ്ട്. ശിമയോനോട് ഞാനൊന്നും മിണ്ടിയില്ല. എൻ്റെ അമ്മായി അവിടെയുണ്ട്. അമ്മായി ചോദിച്ചു, നിൻ്റെ മുഖം എന്താ വാടിയിരിക്കണത്, എന്താ പ്രശ്നമുണ്ടല്ലോ? അമ്മായിയെ മുറിയിൽ കൊണ്ടിട്ട് ഞാൻ പറഞ്ഞു, പ്രശ്നമുണ്ട്, ഇതാണ് റെക്ടറച്ചൻ ഇന്ന് പോരാൻ നേരത്ത് പറഞ്ഞത്. പേടിക്കണ്ട മോനെ, പേടിക്കണ്ട. എന്താ ആൻറ്റി ഉദ്ദേശിച്ചത്? എൻ്റെ കൂടെ വാ, കുമ്പളങ്ങിയിൽ അത്ഭുതം നടക്കണ്. എന്ത് അത്ഭുതം? അവിടെ ഒരു കുരിശടിയുണ്ട്, അവിടെ ഒരു ചാമ്പ് വയ്പ്പുണ്ട്. ചാമ്പ് വയ്പ്പ് എന്ന് വെച്ചാൽ മനസ്സിലായ? പണ്ട് ഈ ബോർവെല്ലിന് പകരം ഇങ്ങനെ നിങ്ങളുണ്ടല്ലോ പൈപ്പിങ്കര വെള്ളം വരാത്ത പോയിട്ട് ചാമ്പണത്, അത് തന്നെ സാധനം, അത് തന്നെ സാധനം. അപ്പോൾ അവിടെ ഒരു ചാമ്പ് വയ്പ്പുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് ഊരുവിലക്കിയ വ്രണമുള്ളൊരു ചെറുപ്പക്കാരൻ വീട്ടിൽ കയറ്റില്ല, മണമാണ്. അവൻ അവിടെ കിടക്കുകയും ആ വെള്ളം കുടിക്കുകയും കുളിക്കുകയും ചെയ്യണം. ഒരു മാസം കഴിഞ്ഞപ്പോൾ അവൻ്റെ വ്രണം ഉണങ്ങി സുമുഖനായി ചെറുപ്പക്കാരൻ. അപ്പോൾ ആൾക്കാർ ചോദിച്ചു, നീ എങ്ങനെ സുഖപ്പെട്ടു? പറഞ്ഞു, ഈ വെള്ളം ഞാൻ കുടിക്കുകയും കുളിക്കുകയും ചെയ്തപ്പോഴാണ്. അപ്പോൾ ആൾക്കാരത് കുടിക്കുകയും ചെയ്തപ്പോൾ എല്ലാവർക്കും രോഗശാന്തി, ത്വക്ക് രോഗം മാറുന്നു. അങ്ങനെ അവിടെ മറപ്പുര കെട്ടിയിട്ടിരിക്കണേ, ഓല കൊണ്ട് മറപ്പുര. കാരുവള്ളി അച്ഛനാണ് വികാരി അച്ഛൻ. അപ്പം ഞാനും ഒരു ബുധനാഴ്ച മാർച്ച് മാസത്തിൽ അവിടെ ചെന്ന് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് നൊവേനം കഴിഞ്ഞ് ഞാനും പോയി ഒരു കുടം വെള്ളം എടുത്ത് എൻ്റെ തലയിൽ ഒഴിച്ചതാണ്. 1978. പിന്നെ തലവേദന വന്നിട്ടില്ല. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഔസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥ്യം കൊണ്ടാണ് എൻ്റെ തലവേദന മാറിയതും. 43 വർഷമായിട്ട് പിന്നെ ഈ സംഗതി എനിക്ക് വന്നിട്ടില്ല. അപ്പോൾ സ്ഥലം. അടുത്തത് തീർത്ഥാടന കേന്ദ്രം. അന്തോണിസ്വനാച്ചൻ്റെ തീർത്ഥാടന കേന്ദ്രം കലൂരൊന്നുമല്ല, ചുള്ളിക്കലായിരുന്നു. അവിടെ യേശുദാസ് കൊയറിലുണ്ടായിരുന്നതാണ്. അപ്പോൾ എൻ്റെ അനുജൻ്റെ കക്ഷത്തിൽ വലിയൊരു മുഴ. അപ്പൻ പറഞ്ഞു, അപ്പൻ ആൻ്റണിയാണ് കേട്ടോ, അന്തപ്പൻ എന്നാണ് വിളിക്കണത്. ഞങ്ങളുടെ പള്ളിയും അന്തോണീസാണ്, ഇടവകയും അന്തോണീസാണ്, അപ്പനും അന്തോണീസാണ്. അപ്പൻ അന്തോണീസിൻ്റെ ആളുടെ കഥയൊക്കെ പറയും. അപ്പം പറഞ്ഞു, മക്കളൊരു പണി, നിങ്ങൾ ചുള്ളിക്ക് പോയി കുർബാന നേർച്ചയൊക്കെ കൂടിയിട്ട് വാ, എന്നിട്ട് നമുക്ക് ജനറൽ ആസ്പത്രി പോവാം. അപ്പോൾ എൻ്റെ അനുജൻ്റെ കക്ഷത്തിൽ, ജോൺസൻ്റെ കക്ഷത്തിൽ നെല്ലിക്ക വലിപ്പത്തിലൊരു കുരു ഉണ്ടായിരുന്നു, മഞ്ഞ കളറാണ്. ഇത് കണ്ട് ഞാനാണ് അവന് ഷർട്ടിട്ട് കൊടുത്തത്. അവിടെ പോയി നൊവേനയും കൂടി. നമ്മുടെ തേവര മട്ടമ്മൽ ബോട്ട് ജെട്ടി ഉണ്ടായിരുന്നു, അവിടെ ഞങ്ങൾ വന്നു. എറണാകുളം ബോട്ട് ജെട്ടിയിൽ നിന്ന് ബോട്ട് വരണം അരൂക്കുറ്റികൾ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഇനി അരമണിക്കൂറുണ്ടല്ല, ഇവൻ്റെ കക്ഷത്തിലെ മുഴ മാറിയോ എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ഷർട്ട് ഊരി പൊക്കടാ കക്ഷം എന്ന് പറഞ്ഞ് കക്ഷം പൊക്കിയപ്പോൾ സംഗതിയില്ല. ഇത് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ കണ്ട അത്ഭുതമാണ്. എൻ്റെ അനുജനെ ഷർട്ടുടിപ്പിച്ച് ചുള്ളിക്ക കൊണ്ടുപോയപ്പോൾ ഞാനാണത് ചെയ്തത്. വീണ്ടും ഈ നൊവേനം കൂടി ബോഡ്ജട്ടി എത്തിയപ്പോൾ സംഗതി അപ്രത്യക്ഷമായി. ഞങ്ങൾ എന്നിട്ട് എഴുതി കൊടുത്തു. പിന്നീട് ഞാൻ സാക്ഷ്യം പറയുകയും ചെയ്തു. തീർത്ഥാടന കേന്ദ്രം. അടുത്തത് വിശുദ്ധ നാട് സന്ദർശനം. വിശുദ്ധ നാട് സന്ദർശിക്കുന്നത് 5ാമത്തെ സുവിശേഷം വായിക്കുന്നതിന് തുല്യമാണ്. എഴുതപ്പെടാത്ത സുവിശേഷമാണ് വിശുദ്ധ നാടും. അതുപോലെ തന്നെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ തീർത്ഥാടന കേന്ദ്രം. ലൂർദിൽ പോവുകയാണ്. ലൂർദിൽ പോയപ്പോൾ 3 രോഗികൾ എന്നോട് പറഞ്ഞു, അച്ഛാ അവിടുത്തെ വെള്ളം കൊണ്ടുവരാം. ബെർണറീത്തായുടെ രോഗം മാറിയത് ആ വെള്ളം കുടിച്ചപ്പോഴല്ലേ. ഞാൻ 3 പേർക്കും വെള്ളം കൊടുത്തു. ഗംഗാധരൻ ഡോക്ടർ ഒരു ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് തന്നു. അത്ഭുതകരമായിട്ട് ബ്രെയിൻ ട്യൂമർ മാറി. വേറൊരു ചേച്ചിയുടെ കാഴ്ച വീണ്ടും കിട്ടി. വേറൊരാളുടെ ഉദരത്തിലുള്ള ട്യൂമർ മാറി. അത് വിശ്വാസമാണ്. അപ്പം അച്ഛൻ പറഞ്ഞെന്താണ്? സ്ഥലം. അടുത്തതെന്താണ്? വ്യക്തികൾ. അതാണ് വിശുദ്ധന്മാരും വിശുദ്ധകളും. വ്യക്തികളിലൂടെ കർത്താവ് പ്രത്യേകിച്ച് അധികാരം കൊടുത്തിട്ടുണ്ട് ഈശോ. വചനം പ്രഘോഷിക്കാൻ, പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ. ആ അധികാരമാണ് ഈ വിശുദ്ധന്മാർക്കൊക്കെ ഉള്ളത്. ആ അധികാരമാണ് വൈദികർക്ക് നൽകിയത്. 10 അധികാരമാണ്. ഗുണത്തിൻ്റെ മേൽ അധികാരം. വെള്ളം വീഞ്ഞാക്കി മാറ്റി. കാനായിലെ കല്യാണം. അതാണ് വെഞ്ചരിപ്പ് കർമ്മം. അതാണ് നമ്മൾ ചെയ്യാൻ പോണത്, വെഞ്ചരിപ്പ് കർമ്മം. അപ്പോൾ വെഞ്ചരിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ കൈവശമുള്ള ഈ ഉപ്പും വെള്ളവും എല്ലാം ദൈവത്തിൻ്റെ കൃപയാൽ നിറയും. ഓക്കെ. പിന്നെ ദൂരത്തിൻ്റെ മേൽ അധികാരം. യോഹന്നാൻ 4:43-50. അതാണ് മധ്യസ്ഥ പ്രാർത്ഥന. നമ്മളിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, ദൂരെയുള്ള ആൾക്കാർ സുഖം പ്രാപിക്കും. ഇപ്പോൾ ഓൺലൈനിലൊക്കെ ഇരുന്ന് നിങ്ങൾ കേൾക്കുന്ന ആൾക്കാർ സുഖം പ്രാപിക്കും. സമയത്തിൻ്റെ മേൽ അധികാരം. അമ്മയുടെ ഉള്ളു തുടങ്ങി ഇന്ന് വരെയുള്ള ആന്തരിക സൗഖ്യ പ്രാർത്ഥന, അതാണ് സമയം. പിന്നെ അക്കത്തിൻ്റെ മേൽ അധികാരം. ഇരട്ടിപ്പിക്കണതാരാ? മത്തായിയുടെ സുവിശേഷം 14:13-21. 5 കൊണ്ട് 5000 പേർക്ക് മിച്ചം വന്നത് 12 കൊട്ട. 7 കൊണ്ട് 4000 പേർക്ക് മിച്ചം വന്നത് 7 കൊട്ട. ഒന്നുമില്ലാത്ത വലയിൽ 153 വലിയ മത്സ്യം. അപ്പം സമ്പത്ത് ഇരട്ടിപ്പിക്കണത് ആരാ? ഈശോയാ.
വീണ്ടും പ്രകൃതിയുടെ മേലധികാരം, കാറ്റിനെ ശാസിച്ച് ശാന്തമാക്കുന്നതും അല്ലെ, കടലിന് മുകളിലൂടെ നടന്നു പോകുന്ന ഈശോ. യോഹന്നാൻ 6:66. പാപത്തിൻ്റെ മേലധികാരം. ചില രോഗങ്ങൾ മാറണമെങ്കിൽ നല്ല കുമ്പസാരം നടത്തണം. ഇവിടെ മാനാട്ടുപുറം കൺവെൻഷൻ വന്ന ത്വക്ക് രോഗമുള്ള 58കാരിയുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. സമയത്തിൻ്റെ പരിമിതി എൻ്റെ നാവിന് കടിഞ്ഞാനിട്ടുകൊണ്ടിരിക്കണേന്ന്. അതുകൊണ്ട് അധികം ഇൻസിഡൻറ്റ് പറയണില്ല. പിശാചുക്കളുടെ മേലധികാരം, പൈശാചിക ശക്തികളുണ്ട് കേട്ടോ. അതിനെ തുരത്തണമെങ്കിൽ പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ കൊണ്ട് മാത്രമേ ഉള്ളൂ. ഭൂതോച്ചാടന പ്രാർത്ഥന. ജീവന്റെ മേലധികാരം, രോഗീലേപനം. ഈശോ ലാസറിനെയും ജൈരിസിന്റെ മകളെയും വിധവയുടെ മകനെയും ഉയർപ്പിച്ചു. ദൗർഭാഗ്യത്തിൻ്റെ മേലധികാരം. യൂട്രസിൽ വളരുന്ന കുഞ്ഞിന് ചലനമില്ല, അതില്ല ഇതില്ലെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് അബോർട്ട് ചെയ്യരുത്. തമ്പുരാന് സമർപ്പിച്ച് പ്രാർത്ഥിക്ക്. ആയിരക്കണക്കിന് ഉദാഹരണം ഞാൻ നെൽസൺ ജോബച്ചൻ പറയാം. അങ്ങനെ ഉണ്ടായിട്ട് ദൈവത്തിൽ സമർപ്പിച്ച അതുകൊണ്ട് എന്നും നല്ല മിടുക്കനും മിടുക്കിയായിട്ടുള്ള പിള്ളേർ ജീവിക്കുന്നുണ്ട്. വീണ്ടും ശാരീരിക മാനസിക രോഗങ്ങളുടെ അധികാരം. അപ്പോൾ ഇത്രയും അധികാരമാണ് ഉള്ളത്. അവസാനമായി വസ്തുക്കൾ, അതാണ് തിരിശേഷിപ്പ്. തിരിശേഷിപ്പ് 2 രാജാക്കന്മാർ 13:21 ശവശരീരം എലിസബസ് പ്രവാചകന്റെ കുഴിമാടത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ആള് എഴുന്നേറ്റ് പോണേണ്. നമ്മുടെ രക്തസ്രാവ രോഗി തൊട്ട് കഴിഞ്ഞപ്പോൾ സുഖം പ്രാപിക്കണേന്. ഈശോയെ തൊടുന്നവർ സുഖം പ്രാപിക്കുന്നു, അപ്പോസ്തലന്മാരെ തൊടുന്നവർ സുഖം പ്രാപിക്കുന്നു. അതാണ് തിരിശേഷിപ്പ്. അപ്പം തിരിശേഷിപ്പ് കൂടാതെ നമുക്ക് ഈ കൃപ നൽകുന്ന കാര്യമാണ് ഉത്തരീയം, ജപമാല, വെഞ്ചരിച്ച എണ്ണ, വെഞ്ചരിച്ച ഉപ്പ്, വെഞ്ചരിച്ച വെള്ളം, വെഞ്ചരിച്ച കാര്യങ്ങൾ. അതിനാണ് ഇന്ന് ഉപ്പ്, വെള്ളം, വെളിച്ചെണ്ണ, കുന്തിരിക്കം ആശീർവദിച്ച് നിങ്ങൾക്കെല്ലാവർക്കും നൽകുന്നത്. അപ്പം സ്ഥലം, വ്യക്തികൾ, വസ്തുക്കൾ, സമയം. സമയമാണ് ഞായറാഴ്ചയും കടവുള്ള ദിവസം. അതുപോലെ തന്നെ നമ്മളുടെ തിരുനാൾ സമയം, ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച് ആദ്യം ആശീർവാദ കർമ്മമാണ്.